ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഇർഫാന. സോ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മളൊരു ട്രിപ്പ് പോകുന്നതാണ്. നമ്മൾ ഉമ്മുൽ ക്വീനിലെ ലേക്സ് ഗ്ലാം എന്ന് പറയുന്ന ഒരു റിസോർട്ടിലേക്ക് നമ്മൾ ട്രിപ്പ് പോകാൻ കേട്ടോ, ഒരു സ്റ്റേക്കേഷൻ പോലെ. സോ ഇതെന്ന് പറയുന്നത് ഒരു മാംഗ്രൂവ് ഫോറസ്റ്റിനകത്തുള്ള ഒരു 10 ഡോം ഷേപ്ഡ് ആയിട്ടുള്ള റിസോർട്ടുകളാണ്. 360 ഡിഗ്രി ഗ്ലാസ് ഡോം ഷേപ്പുള്ള ബിൽഡിങ്ങുകളാണ് കേട്ടോ ഓരോന്നും. ഇത് അതിൻ്റെ എൻട്രി ആണ്. അവിടെ ഫുള്ള് മാംഗ്രൂവ് ഫോറസ്റ്റ് ആണ് കേട്ടോ. മാംഗ്രൂവ് ഫോറസ്റ്റിന് ഉള്ളിലാണ് ഇങ്ങനെയൊരു റിസോർട്ട് ഉള്ളത്. ഇത് ജസ്റ്റ് നമ്മൾ എൻട്രി തന്നെ ഒരു റിസപ്ഷൻ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ഏരിയയിലേക്കാണ്. ഇവരുടെ റെസ്റ്റോറൻറ്റും നമുക്ക് കാണാൻ പറ്റും. ഒരു ഡോം ഷേപ്ഡ് ബിൽഡിംഗ് ആണ് കേട്ടോ റെസ്റ്റോറൻറ്റും. ഇത് റെസ്റ്റോറൻറ്റിനകത്തുള്ള വ്യൂ ആണ്. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ റെസ്റ്റോറൻറ്റ് കാണാനായിട്ട്. നമുക്ക് അവർ ഫസ്റ്റ് തന്നെ റിഫ്രഷിങ് ജ്യൂസൊക്കെ തന്നു. സോ നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോവാണ്. ഈ റൂമിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒന്ന് ഫുള്ളി ഗ്ലാസ് ആണ്, അതുപോലെ തന്നെ ഫുള്ളി ബാംബൂസ് ആണ് കേട്ടോ അവരുടെ വാളുകൾ. ഈ റൂമിൻ്റെ വാള്, അതുപോലെ തന്നെ ഫ്ലോറ്, പിന്നെ വാഷ്റൂം, ഇതെല്ലാം തന്നെ ഫുൾ ബാംബൂസ് ആണ്. ബാംബൂസ് കൊണ്ട് വളരെ ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഈ റൂമിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്പേസ് ആണ് കേട്ടോ ഇത്. 2 സൈഡ് കർട്ടൻസൊക്കെ ഇട്ടിട്ട് നേച്ചറിലേക്ക് വ്യൂ ഉള്ളൊരു സ്പേസ് ആണ്. നമുക്ക് ഒരുപാട് റിലാക്സ് ചെയ്യാനും ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുള്ളൊരു സ്പേസ് ആണ് കേട്ടോ ഇത്. പിന്നെ ഇവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ സോളാർ എനർജിയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പകൽ നമുക്ക് അധികം ലൈറ്റ് ഉണ്ടാവണം എന്നില്ല. ഒരു ആഫ്റ്റർനൂണൊക്കെ ആകുമ്പോഴാണ് അവിടെ ലൈറ്റെല്ലാം വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. പകൽ നമുക്ക് ലൈറ്റിൻ്റെ ആവശ്യമില്ല, കാരണം ആ ഒരു രീതിയിലാണ് ഇവർ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പകൽ ഫുൾ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡോമിനകത്തേക്ക് നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അത്രയും ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ, ഫുൾ ഗ്ലാസ് ആയതുകൊണ്ട് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇവിടെ ഒരു 9:30 ഒക്കെ ആകുമ്പോഴത്തേനും ഡിന്നറൊക്കെ ക്ലോസ് ചെയ്യും, റെസ്റ്റോറൻറ്റൊക്കെ ക്ലോസ് ചെയ്യും. ഞങ്ങളതുകൊണ്ട് തന്നെ ഒരു 8 o'clock ഒക്കെ ആകുമ്പോഴത്തേനും ഡിന്നർ കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. നമുക്കിതിവിടെ നേച്ചുറൽ വ്യൂ ഒക്കെ വൈബ് ചെയ്ത് ഫുഡ് കഴിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ. റെസ്റ്റോറൻറ്റിന് പുറത്തായിട്ടാണ് ഈ ഒരു ഏരിയ ഉള്ളത്. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അകത്തിരുന്നിട്ടാണ് കേട്ടോ ഡിന്നർ കഴിച്ചത്. ഇതിവിടെ ലൈവായിട്ട് കിട്ടുന്ന പിസ്സയാണ്. ഒരു 8 o'clock ഒക്കെ ആകുമ്പോഴത്തേനും ഇവിടെ പിസ്സ ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. നമ്മളൊരു പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ നല്ലതാണ് കേട്ടോ. ഞങ്ങൾക്ക് നല്ല ഫുഡായിട്ടാണ് ഫീൽ ചെയ്തത്.